കോളേജ് എത്തുന്ന സമയത്ത് വേറെ റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. വേറെ റേഡിയോ ഇല്ല. ബാക്കി റേഡിയോസ് എല്ലാം തുടങ്ങി ഇത് കഴിഞ്ഞു. ബാക്കി ലാംഗ്വേജിലുണ്ട്. മലയാളത്തിൽ ഒരു 24 hour FM ആ രീതിയിൽ വരിക എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. അതും അതുവരെ നമുക്ക്, ഞാൻ പറയണം, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദ സ്റ്റാൾവേർഡ്സ് ഓഫ് റേഡിയോ, നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ള റേഡിയോയിൽ എപ്പോഴും വളരെ കൃത്യമായ മലയാളം സംസാരിക്കുന്ന, വളരെ സ്ഫുടമായിട്ട്, ഏതാണ്ട് ആകാശത്ത് ദൈവത്തിന്റെ തൊട്ട് താഴേക്ക് ഇരുന്ന് സംസാരിക്കുന്ന പോലുള്ള ആൾക്കാരായിരുന്നല്ലോ. കാരണം അത്രയും നല്ല ശബ്ദം, അത്രയും ഗംഭീരമായിട്ട് മലയാളം സംസാരിക്കുന്നത്. നമ്മളാരും അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളം പറയുന്ന ആൾക്കാരൊന്നുമില്ല. ഇപ്പൊ ഞാനോ നൈലയോ എന്നും നമ്മളങ്ങനെ, നമുക്ക് മലയാളവും ഇംഗ്ലീഷും ഒക്കെ കലർത്തിയല്ലേ നമ്മൾ സംസാരിക്കണം. അല്ലാതെ നമ്മൾ ഭയങ്കരമായി ഒരു മലയാള വാഗ്മികളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ അജിത് സാർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ബി യുവർ സെൽഫ്, നിങ്ങളായിട്ട് തന്നെ സംസാരിച്ചല്ല, നിങ്ങൾ മറ്റേ റേഡിയോയിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കണ്ട, സൗഹൃദങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ, സുഹൃത്തുക്കൾ സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേതങ്ങ് പോയത്. ബട്ട് ദാറ്റ് വർക്ക്. അത് വർക്ക് ചെയ്തത് കൊണ്ടാണ് അതുവരെയും ഇല്ലാത്തൊരു റേഡിയോ ഫോമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു പാറ്റേൺ കൊണ്ടുവരാൻ പറ്റി. ഇന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ തുടങ്ങി വെച്ച പാറ്റേൺ തന്നെയാണ് ബാക്കി. അന്ന് നമുക്ക് കേരളത്തിൽ റേഡിയോസ് ഇല്ലട്ടാ. കേരളത്തില് ആകാശവാണി എന്നേ ഉള്ളൂ. നമുക്ക് എനിക്ക് തോന്നുന്നു റെയിൻബോ ചിലപ്പോൾ FM ആയിട്ടുണ്ടായിരുന്നിരിക്കുകയാണ്, ഓൾ ഇന്ത്യ റേഡിയോയുടെ. ബാക്കി എല്ലാം തുടങ്ങിയത് നമ്മൾ അവിടെ തുടങ്ങിയതിന് ശേഷമാണ്. ക്ലബും മാംഗോയും ഒക്കെ തുടങ്ങുന്നതിന് ശേഷമാണ്. ദുബായിലാണ് നമ്മുടെ മലയാളം FM എന്ന് വെച്ചാൽ അതിന്റെ ഈ പറഞ്ഞ ഒരു പ്രൈവറ്റ് FM തുടങ്ങുന്നത് അവിടെ നിന്നാണ്.